ഇതിന് പേര് ഞാൻ മറന്നുപോയല്ലോ. ഏഞ്ചൽ. കുഞ്ഞ് ഈ പൊൻകുന്നത്തെ ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചാണോ നമ്മൾ ഇതിനു മുമ്പ് കണ്ടുമുട്ടി പ്രാർത്ഥിച്ചത്? പാമ്പാടിയിലാണ്. ഓ, പാമ്പാടിയില്ല. ഓക്കെ. അന്ന് കുഞ്ഞ് SLCക്ക് പഠിക്കായിരുന്നു പറഞ്ഞെന്ന് തോന്നുന്നു. ഏഞ്ചൽ ആണോ? അതെ. ഓ, അന്ന് നല്ല വിജയം കിട്ടണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ എന്നിലൂടെ കർത്താവിൻ്റെ ആത്മാവ് എന്തെങ്കിലും സംസാരിച്ചോ? എല്ലാ വിഷയത്തിനും നല്ല മാർക്ക് കിട്ടും, A+ ലഭിക്കും എന്നൊക്കെ പറഞ്ഞു. എല്ലാ വിഷയത്തിനും A+ കിട്ടുമെന്ന് പറഞ്ഞോ? അത് കർത്താവിൻ്റെ ആത്മാവ് പറയിപ്പിച്ചതാണെങ്കിൽ എല്ലാ വിഷയത്തിനും A+ കിട്ടി കാണുമല്ലോ. അതെ, കിട്ടി. കൈകൾ കൊട്ടി കർത്താവിനെ മഹത്വപ്പെടുത്തുക. എല്ലാ വിഷയത്തിനും A+ കിട്ടിയിരിക്കുന്നല്ലേ? കൊച്ചിൻ്റെ വീട്ടിലെ ഫോൺ നമ്പർ 9446534151. ആ, കൊച്ചിനറിയാവോ 1 മുതൽ 9 വരെ പഠിച്ചപ്പോൾ ഉള്ളതിനേക്കാളും ഈ പ്രാർത്ഥന കിട്ടിക്കഴിഞ്ഞ് പഠിക്കാനൊരു ചാട്ടം, പഠിക്കുവാനൊരു കൂടുതൽ ശക്തി കൊച്ചിന് ആ പ്രാർത്ഥനയോട് കൂടി കിട്ടിയെന്ന് കൊച്ചിന് അറിയാവോ? അറിയാം. ഇല്ലെങ്കിൽ കഷ്ടിച്ച് Aയും B+ ഒക്കെ ആയിട്ട് ഒരു 6 കഴിഞ്ഞ് ബാക്കി ഒരു 4 എണ്ണം അങ്ങനെയൊക്കെ ആകാൻ സാധ്യത ഉണ്ടായിരുന്നു അല്ലേ? അല്ലേ? അങ്ങനെ നിനക്കൊരു സാധ്യത ഉണ്ടായിരുന്നു. ഒന്നിനൊരു Aയും ബാക്കി 3 എണ്ണത്തിന് ഒരു B+ ഒക്കെ ആകാൻ സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ ഈ ആത്മാവിലെ പ്രാർത്ഥന ജീവിക്കുന്ന ദൈവമായ ക്രിസ്തുവിനോട് ഡയറക്റ്റായിട്ടുള്ള ഈ പ്രാർത്ഥനയാൽ ഈ ദൈവം അത്ഭുതം പ്രവർത്തിക്കുകയാണ് എന്ന് ഏഞ്ചൽ മുത്തിന് മനസ്സിലായോ? മനസ്സിലായി. എന്നിട്ട് നമുക്ക് മാത്സ് എടുത്ത് പഠിക്കണോ, കൂടുതൽ സയൻസ് എടുത്ത് പഠിക്കണോ, നമുക്ക് എൻജിനീയർ ആകണോ, നമുക്ക് ഡോക്ടർ ആകണോ, നമുക്ക് എന്താ എന്നാലും പിന്നെ ആകണ്ടേ? മെഡിസിന് പോകണം. നമുക്ക് മെഡിസിന് പോകണം. എന്നിട്ട് നമുക്ക് MBBS കഴിഞ്ഞാൽ നമുക്ക് MDക്ക് പോകണം. എന്നിട്ട് നമുക്ക് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ രോഗം ഇപ്പോഴുള്ളത് ചെറിയ കുഞ്ഞുങ്ങൾക്കാണ്. ഒത്തിരി കുഞ്ഞുങ്ങൾക്ക് ജന്മന കുറേ രോഗങ്ങൾ. അപ്പോൾ നമുക്കങ്ങനെ MD ചെയ്യുമ്പോൾ ഒരു കുഞ്ഞുങ്ങളുടെ സ്പെഷ്യലിസ്റ്റ് ആകാൻ വേണ്ടി, ഒരു ചൈൽഡ് സ്പെഷ്യലിസ്റ്റ് ആകാൻ വേണ്ടി അത്തരം ഒരു വിദ്യാഭ്യാസത്തിന് പോകണം. എന്തു പറയുന്നു? ഇഷ്ടമല്ലേ? എല്ലാവരും കൈകൾ കൊട്ടി കർത്താവിനെ മഹത്വപ്പെടുത്തുക.